ഹലോ, ഇനി നമുക്ക് പറയാനുള്ളത് ചാപ്റ്റർ 2ൻ്റെ കണ്ടിന്യൂഷനാണ്. അത് ഞാൻ പറഞ്ഞിരുന്നു. ഇനി മദർ ബോർഡാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ മദർ ബോർഡ് എന്നാൽ എന്താണ്? മെയിൻ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് ഇൻ എ കമ്പ്യൂട്ടറിലുള്ള മെയിൻ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡാണ് എന്ത് പറയണത്? മദർ ബോർഡ് എന്ന് പറഞ്ഞത്. ഈ മദർ ബോർഡ് എന്ന് പറഞ്ഞാണെങ്കിലും എല്ലാ കമ്മ്യൂണിക്കേഷൻ്റെയും എല്ലാത്തിൻ്റെയും ബാക്ക് ബോൺ കണക്ടിവിറ്റി പോണാണ്. അതായത് കമ്പ്യൂട്ടേഴ്സ് സെൻട്രൽ കമ്മ്യൂണിക്കേഷൻ, അത് കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ ഒരു സെൻട്രൽ പാർട്ടായിട്ട് ബാക്ക് ബോൺ കണക്ടിവിറ്റി പോയിൻ്റാണ് എന്ത് പറയണത്? മദർ ബോർഡ് എന്ന്. ത്രൂ വിച്ച് ഓൾ കമ്പോണൻറ്റ് എക്സ്റ്റേണൽ പെരിഫറൽ കണക്ട്, അതായത് എല്ലാ കമ്പോണൻറ്റിൻ്റെയും എല്ലാ എക്സ്റ്റേണൽ പെരിഫറൽ കണക്ഷൻ്റെയും ഒരു സെൻട്രൽ ബാക്ക് ബോൺ കണക്ടിവിറ്റി പോയിൻ്റാണ് എന്ത്? മദർ ബോർഡ് എന്ന് പറഞ്ഞത്. മദർ ബോർഡ് ക്യാൻ ബി ഫൗണ്ട് ഇൻ വിർച്വലി ഓൾ കമ്പ്യൂട്ടർ, എക്സ്പെഷ്യലി ഡെസ്ക്ടോപ്പ് ആൻഡ് ലാപ്ടോപ്പ് എല്ലാ ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലൊക്കെ മദർ ബോർഡ് കാണുന്നതാണ്. ഇനി അതിൻ്റെ മദർ ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വാരിയസ് പാർട്ടുകൾ ഏതൊക്കെയാണ്? മൗസ് ആൻഡ് കീബോർഡ്, USB, പാരലൽ പോർട്ട്, CPU ചിപ്പ്, RAM സ്ലോട്ട്, ഫ്ലോപ്പി കൺട്രോളർ, ID കൺട്രോളർ, PCI സ്ലോട്ട്, ISA സ്ലോട്ട്, CMOS ബാറ്ററി, AGP സ്ലോട്ട്, CPU സ്ലോട്ട്, പവർ സപ്ലൈ പ്ലഗ്. ഇനി അതിൽ മൗസ് ആൻഡ് കീബോർഡ് നമുക്കറിയാം. മൗസും കീബോർഡും അല്ലേ? കീബോർഡ് കണക്റ്റഡ് 2 ടൈപ്പ് ഓഫ് ബേസിക്കലി, അതായത് കീബോർഡ് 2 ടൈപ്പായിട്ട് അത് കണക്ട് ചെയ്യണം. ഓൾ PC കീബോർഡ് ഫോർ കണക്റ്റഡ് ഡയറക്റ്റ്ലി ടു അതായത് മദർ ബോർഡായിട്ട് ഡയറക്റ്റ്ലി ആയിട്ട് കണക്റ്റ് ചെയ്യും. അതായത് ആദ്യം അങ്ങനെയായിരുന്നു. അതായത് ഓൾഡസ്റ്റിൽ എന്താണ് നമ്മൾ ഡയറക്റ്റ്ലി ആയിട്ട് മദർ ബോർഡ് കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴെന്താണ് സ്പെഷ്യൽ DIN ആയിട്ടാണ് നമ്മൾ എന്താണ് കണക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ DIN എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മൾ ചില കണക്റ്റേഴ്സുകളൊക്കെ ഉണ്ടാവും റൗണ്ടിൽ, കുറേ പിന്നോട് കൂടിയിട്ടുള്ള റൗണ്ടിലായിട്ടുള്ള കണക്റ്റേഴ്സ്. വയറിൻ്റെ നമ്മളെ ഇതിൽ CPU കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് നോക്കിയാൽ മതി. റൗണ്ടിലായിരിക്കും ഉണ്ടാവുക. റൗണ്ടിൽ കുറേ പിന്നോട് കൂടി, അതാണ് DIN. ആദ്യം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ മദർ ബോർഡിലേക്കാണ് മൗസ് കീബോർഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്താണെന്നാൽ ഇപ്പോൾ അങ്ങനെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് DIN ആണ് യൂസ് ചെയ്യുന്നത്. ഇനി മോസ്റ്റ് PCs യൂസ് മിനി DIN ഫോർ ബോത്ത് കീബോർഡ് ആൻഡ് മൗസ് ക്ലിയർലി മാർക്ക് ഈച്ച് മിനി DIN സോക്കറ്റ് ആസ് ഇറ്റ് ഈസ് കറക്റ്റ് യൂസ്. അതായത് അധിക PCയിലും മൗസിലൊക്കെ ഇപ്പോൾ എന്താണ് മിനി DIN ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ചില കീബോർഡുകളിൽ എന്താണ് USB കണക്ഷനിലുണ്ട്. നമ്മൾ കീബോർഡായാലും മൗസായാലൊക്കെ ഇപ്പോൾ അധികവും നമ്മൾ യൂസ് ചെയ്യുന്നത് USB കണക്ഷന് കീബോർഡും മൗസൊക്കെ തന്നെയാണ്. ഇനി USB മദർ ബോർഡ് കണക്ട് ചെയ്യുന്ന അടുത്ത പാർട്ടാണ് USB എന്നാൽ. USB ജനറൽ പർപ്പസ് കണക്ഷൻ ഫോർ PC, അതായത് ഒരു പൊതുവായിട്ടുള്ള പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് USB. USB വേർഷൻസ് ഓഫ് മെനി ഡിഫറെൻറ്റ് ഡിവൈസസ് സച്ച് ആസ് മൈക്ക്, കീബോർഡ്, സ്കാനർ, ക്യാമറാസ്, പിന്നെന്താണ് പ്രിൻ്റർ ആൻഡ് ഈവൻ പ്രിൻ്റർ ആസ് യൂസ്. ഇപ്പോൾ എന്താണ് പ്രിൻ്ററും കൂടി USB, അതായത് കീബോർഡ്, സ്കാനറോ മൈക്കൊക്കെ നമ്മൾ USB ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ തന്നെ ഇപ്പോൾ പ്രിൻ്ററും കൂടെ USB പോർട്ടിലായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, USB has a number of features that make it particularly popular on PCs. അതായത്
പി ആയിട്ട് നമ്മൾ കുറേ പീസ് അതായത് നമ്മളൊരു പി സിയിൽ കണക്ട് ചെയ്യുന്ന ഒരു മെയിൻ ഇതായിട്ട് USB യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ USB പോർട്ട് നമ്മൾ ഡിവൈസിലേക്ക് USB നമുക്ക് അതായത് ഇപ്പോൾ ഫസ്റ്റ് USB ഡിവൈസസ് ആർ ഹോട്ട് സ്വാപ്പബിൾ. എന്നാൽ യു ക്യാൻ ഇൻസേർട്ട് ഓർ റിമൂവ് ദം വിത്തൗട്ട് റീസ്റ്റാർട്ട്. നമ്മളെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് USB ഇൻസേർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും കഴിയും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പാരലൽ പോർട്ട്. അത് മോസ്റ്റ് പ്രിൻ്റർ യൂസ് സ്പെഷ്യൽ കണക്ടർ കാൾഡ് പാരലൽ പോർട്ട്. അധിക പ്രിൻ്ററുകളും യൂസ് ചെയ്യുന്നത് ഇങ്ങനെ പാരലൽ പോർട്ടായിട്ടാണ്. ഓക്കെ, പാരലൽ പോർട്ട്സ് ക്യാരി ഡാറ്റ ഓൺ മോർ ദാൻ വൺ വയേഴ്സ് ആസ് ഓപ്പോസിറ്റ് ടു ദ സീരിയൽ പോർട്ട് വിച്ച് ഈസ് യൂസ്ഡ് ഓൺലി വൺ വയർ. അതായത് പാരലൽ പോർട്ട് നമുക്കാണെങ്കിൽ നമുക്ക് കുറേ വയർസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ സീരിയൽ പോർട്ട് ഒറ്റ വയറിലായിട്ടാണ് പോവുക, കണക്ഷന് പോവുക. ഇത് പറഞ്ഞാൽ ഒരു ഒന്നിൽ കൂടുതൽ വയറുകളായിട്ട് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തതാണ് CPU ചിപ്പ്. CPU ചിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് മൈക്രോ പ്രോസസ്സർ, അതായത് മൈക്രോ പ്രോസസ്സർ പെർഫോം ഓൾ കാൽക്കുലേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദ PC. അതിനെ സെൻട്രൽ പ്രോസസ്സിങ് നമ്മളെന്താ മൈക്രോ പ്രോസസ്സർ എന്ന് വിളിക്കും. അതെന്താണ് ചെയ്യുന്നത്, എല്ലാ കാൽക്കുലേഷനും PCക്ക് പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാൽക്കുലേഷനും നടത്തുന്നത് എന്താണ്, ഈ CPU ചിപ്പാണ്. പിന്നെ CPUs കം ഇൻ വെറൈറ്റി ഓഫ് ഷേപ്പ് ആൻഡ് സൈസസ്. ഈ CPU ചിപ്പ് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് ഷേപ്പിലും സൈസിലും ഉണ്ട്. പിന്നെ എന്താണ്, മോഡേൺ CPU ജനറൽ ലോട്ട് ഓഫ് ഹീറ്റ് ആൻഡ് ദസ് റിക്വയർ കൂളിംഗ് ഫാൻ ഓർ ഹീറ്റ് സിങ്ക്. ഇപ്പോൾ മോഡേൺ CPUവിൽ എന്താണ് ഹീറ്റ് ഒരുപാട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് അതിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് ഫാനോ അല്ലെങ്കിൽ ഹീറ്റ് സിങ്കോ ആവശ്യമായിട്ടുണ്ട്. ഈ കൂളിംഗ് ഡിവൈസ് കണക്കാണെങ്കിൽ റിമൂവബിൾ ആണ്. കാരണം വെച്ചാൽ ചില CPUവിൽ നിർമ്മിച്ചിട്ടുള്ളത് റിമൂവബിളായിട്ട് ഇതായിട്ടുള്ള ഇതുണ്ട്. പക്ഷേ അത് കൂടാതെ തന്നെ CPUവിൽ ഇപ്പോൾ നമ്മൾ പെർമനൻ്റ്ലി ആയിട്ട് അറ്റാച്ച്ഡ് ചെയ്തിട്ടുള്ള CPU CPUവിൽ കൂളിംഗ് ഫാനുകളും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളതാണ് റാം സ്ലോട്ട്. റാം എന്ന് പറഞ്ഞാൽ എന്താണ്, റാൻഡം ആക്സസ് മെമ്മറി. അത് സ്റ്റോർ ചെയ്യുന്നത് എന്താണ്, റാം സ്ലോട്ടിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്, പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ കറൻ്റ്ലി ബീയിങ് യൂസ്ഡ് ഇൻ ദ CPU റാം ഈസ് യൂസ്ഡ്. അതായത് നമ്മൾ കറൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റകളാണ് റാമിൽ നമ്മൾ എന്തായിരിക്കുക സ്റ്റോർ ചെയ്യുക. അത് റാമിൽ എന്താണ് കറൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റകളാണ് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടാണ് റാം നമ്മൾ യൂസ് ചെയ്യുക, കറൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റകൾ. ഈ റാമിലുള്ള ഡാറ്റകൾ നമ്മൾ മെഷർ ചെയ്യണ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബൈറ്റ്സിലാണ് അതിൻ്റെ യൂണിറ്റ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫ്ലോപ്പി കൺട്രോളർ എന്ന് പറഞ്ഞാൽ floppy drive connected to the computer via 34-pin ribbon cable which in turn connect to the motherboard. അതായത് ഫ്ലോപ്പി ഡ്രൈവിൽ എന്താണ് കമ്പ്യൂട്ടറായിട്ട് 34 പിൻ റിബൺ കേബിളുകളുണ്ട്. അതെന്താണ് മദർ ബോർഡായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എ ഫ്ലോപ്പി കൺട്രോൾ ഈസ് ദ വൺ ദാറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ഫ്ലോപ്പി ഡ്രൈവ്. അത് നമ്മൾ മെയിനായിട്ട് ഫ്ലോപ്പി കൺട്രോൾ യൂസ് ചെയ്യണത് ഫ്ലോപ്പി ഡ്രൈവ് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫ്ലോപ്പി കൺട്രോളർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്ലോപ്പി ഡ്രൈവ് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോപ്പി കൺട്രോളർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് IDE. എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ
ഇൻഡസ്ട്രി അത് രണ്ട് IDE കൺട്രോളുകൾ 2 ടൈപ്പ് ഉണ്ട്. അതായത് EIDയും SCSI. EID പറഞ്ഞാൽ എൻഹാൻസ്ഡ് ഇൻറ്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ് ആൻഡ് SC പറഞ്ഞാൽ സ്മാൾ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ്. ഇതിൽ അധികവും മെജോറിറ്റി PC-യിൽ നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നത് EIDE ആണ്. ഈ IDE കൺട്രോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഹാർഡ് ഡ്രൈവ് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, IDE കൺട്രോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് 2 ടൈപ്പ് ഉണ്ട്, EIDയും SCSIയും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് PCI സ്ലോട്ടാണ്. ഓക്കെ, PCI സ്ലോട്ട് പറഞ്ഞാൽ Intel introduced the peripheral component interconnect bus controller. The PCI bus is used to connect IO ഡിവൈസസ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകൾ കണക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, PCI ബസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ISA സ്ലോട്ട്. ISA സ്ലോട്ട് പറഞ്ഞാൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചർ. അത് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചർ ഓഫ് എക്സ്പാൻഷൻ ബസ്. അതായത് എക്സ്പാൻഷൻ ബസ്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചറാണ്. അത് മദർ ബോർഡിൽ കുറേ സ്ലോട്ടുകളുണ്ടാവും. അത് ISA കോമ്പാറ്റിബിൾ കാർഡ്സായിട്ട് കണക്ട് ചെയ്യും. അതായത് in a motherboard may contain some slot connect ISA compatible connects. അതായത് ഈ മദർ ബോർഡിൽ കുറച്ചുള്ള ISA കണക്റ്റുകൾ കോമ്പാറ്റിബിൾ കാർഡായിട്ട് എന്തായിരിക്കും, അത് സ്ലോട്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് CMOS ബാറ്ററി. CMOS ബാറ്ററി നമ്മൾക്ക് ചെയ്യുന്നത് provide CMOS when the power when the computer is turned off or motherboard come with the battery. അതായത് നമ്മൾ പവർ ഓഫ് ആയാൽ പോലും നമ്മളെ ഡാറ്റകൾ അവിടെ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട്, അതായത് ആ മദർ ബോർഡിൻ്റെ എല്ലാ ആക്ടിവിറ്റിയും അവിടെ നിൽക്കും. അതായത് അത് ഇതായി പോവാതെ, നമുക്ക് നഷ്ടപ്പെടാതെ നിൽക്കാൻ, ആ പവർ നഷ്ടപ്പെടാതെ നിൽക്കാനും വേണ്ടിയിട്ടാണ് CMOS ബാറ്ററി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ടുള്ളത് AGP സ്ലോട്ടാണ്. അതായത് നമുക്കൊരു മോഡേൺ മദർ ബോർഡിൽ നമ്മൾ ഒരു നോട്ടീസ് ചെയ്ത് ഒരു സിംഗിൾ കണക്ടർ PCI സ്ലോട്ടായി, പക്ഷേ അതെന്താണ് ഷോർട്ടായിരിക്കും, സ്ലൈറ്റ്ലി ആയിട്ട് ഷോർട്ടായിരിക്കും. ബ്രൗൺ കളറോട്, അതായത് ബ്രൗൺ കളറോട് കൂടിയിട്ട് ഒരു ഷോർട്ടായിട്ടുള്ള ഒരു സിംഗിൾ കണക്ടർ PCI സ്ലോട്ട് ഉണ്ട്. അവിടെ നമുക്ക് എന്താണ് വീഡിയോ കാർഡുകൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് എന്താണ്, ഈ സ്ലോട്ടുകളാണ്. ഈ സ്ലോട്ടുകളാണ്. ആ സ്ലോട്ടിനാണ് നമ്മൾ എന്ത് പറയുക, ഗ്രാഫിക് പോർട്ട് സ്ലോട്ട് എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ഗ്രാഫിക് പോർട്ട് സ്ലോട്ട്. അതായത് ഈ മോഡേൺ മദർ ബോർഡിൽ എന്താണ് ഒരു ഷോർട്ടായിട്ട് ബ്രൗൺ കളറോട് കൂടിയിട്ടുള്ള ഒരു PCI സ്ലോട്ട് ഉണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, മെയിനായിട്ട് ചെയ്യുന്നത് വീഡിയോ കാർഡുകൾ ഇൻസേർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ് ഈ സ്ലോട്ടിൽ ചെയ്യുന്നത്. ഈ സ്ലോട്ടിനാണ് എന്താ പറയുന്നത്, അഡ്വാൻസ്ഡ് ഗ്രാഫിക്സ് പോർട്ട് എന്ന് പറയുന്നത്, അതായത് AGP സ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു മദർ ബോർഡിൻ്റെ പിക്ചർ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ, പേജ് നമ്പർ 39 ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, എവിടെയൊക്കെയാണ് എന്നുള്ളത് ഉണ്ട്. ഈ പിക്ചർ എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ വിട്ടുപോയതാണ് ഈ PDF ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതൊക്കെ ഒന്ന് ആ പിക്ചർ എല്ലായിടത്തും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് പിക്ചറുകളൊന്ന് നോക്കി വെക്കണം കേട്ടോ. 39 ഇനി നമുക്ക് അതിൽ വരുന്നത് വിൻഡോസ് 10ൻ്റെ ഇൻസ്റ്റാളേഷനാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. സാധാരണ നമ്മൾ അതായത് വിൻഡോസ് 10ൻ്റെ ഇത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് എന്തായിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. സാധാരണ നമ്മൾ എന്ത് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അതിൽ ഓരോരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കണേ. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലാത്തതാണ്. അതിന് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതാണെന്നുള്ളൂ കേട്ടോ. ടെസ്റ്റിൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോരോ പോയിൻ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.